രാവൺ സീതയെ പുഷ്പവുമാനത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? എന്തെങ്കിലും ചെയ്തിട്ടാ മോനെ? ലക്ഷ്മി, ലക്ഷ്മി, നീ എന്താ എങ്ങനെ ഇരിക്കുന്നത്? ഞാനൊന്ന് മയങ്ങിപ്പോയി. വരൂ, ഊണ് കഴിക്കാം. കുളിക്കണ്ടേ? അയ്യോ, വെള്ളം ചൂടാക്കാൻ ഞാൻ മറന്നുപോയി. ഇപ്പൊ ചൂടാക്കി തരാം. നിനക്കിത് എന്ത് പറ്റി? ഒന്നുമില്ല, വരൂ. എത്രയുണ്ട് ഡോക്ടർ? നോർമൽ. ഡോക്ടർ, ഗീതയ്ക്ക് പ്രശ്നമുണ്ടോന്നൊന്ന് നോക്കി. ഡോക്ടർ, ചിരിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. അതിനുള്ള കാര്യമുണ്ടായി. ഇന്നലെ ഞങ്ങളുടെ കമ്പനിയിൽ സ്റ്റോക്കിൽ 25,000 രൂപയുടെ കുറവുണ്ടായി. അനുഭവിക്കേണ്ടവൾ ഗീതയല്ലേ? അവൾക്ക് എങ്ങനെ പ്രഷർ ഉണ്ടാകാതിരിക്കും? 25,000 രൂപയുടെ കുറവ് അതെങ്ങനെ സംഭവിച്ചു? എങ്ങനെയാണെന്ന് ആർക്കറിയാം ഡോക്ടർ? ആ, ശരി ഡോക്ടർ. ആ, കണക്കുകൾ ഒത്തു നോക്കിയിട്ട് എങ്ങനെ ഇരിക്കുന്നു? എന്റെ കണക്ക് ശരിയാണ്, പക്ഷെ സ്റ്റോക്കിൽ കുറവുണ്ട്. എവിടെയാ പിശക് പറ്റിയത്? സാർ, സ്റ്റോറിന്റെ താക്കോൽ എന്റെ കയ്യിലാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലിയറൻസ് കഴിഞ്ഞ് സ്റ്റോക്ക് തിട്ടപ്പെടുത്തി പുസ്തകത്തിൽ എഴുതിയതാണ്. അപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ സ്റ്റോക്ക് ബുക്ക് ഇപ്പൊ കാണാനില്ലല്ലോ, അതെവിടെ പോയി? ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് സ്റ്റോക്ക് ബുക്ക് വെച്ചിരുന്നത്. അത് ആരെടുത്തൊന്നും എനിക്കറിയില്ല. ഏതായാലും കുറവ് വന്നിരിക്കുന്ന സ്റ്റോക്കിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്. മറ്റൊരാളുടെ കയ്യിൽ താക്കോൽ തിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒക്കില്ല. മുതലാളി, സ്റ്റോറിന്റെ താക്കോല് ഒരാളെ കയ്യിൽ, അപ്പിടുന്ന് എടുക്കുന്ന ചരക്കിന്റെ കണക്കൊക്കെ വേറൊരാളെ കയ്യിൽ. ഇത് രണ്ടും ഒരാളെ കയ്യിലാകാത്തതുകൊണ്ടാണ് ഈ കൊഴപ്പൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഇന്നു മുതൽ സ്റ്റോറിന്റെ കണക്കുകളും താക്കോലും പ്രസാദ് സൂക്ഷിക്കട്ടെ. അച്ഛാ, പിശക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാതെ താക്കോല് കൈമാറ്റം ചെയ്യുന്നത് ശരിയല്ല. സോമന്റെ ചുമതലയിരിക്കുമ്പോഴല്ലേ സ്റ്റോക്കിൽ കുറവുണ്ടായത്? ആ നിലയ്ക്ക് ഇനി സോമൻ താക്കോൽ സൂക്ഷിക്കുന്നത് ശരിയല്ല. വിശ്വസ്തനായ ഒരു ജോലിക്കാരന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അച്ഛാ ഈ തീരുമാനം. എനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു വേദനയുമില്ല. സ്റ്റോക്കിൽ എങ്ങനെ കുറവ് വന്നുവെന്ന് എന്നെങ്കിലും പുറത്തു വരാതിരിക്കുകയില്ലല്ലോ. അപ്പൊ ഞാൻ തെറ്റുകാരനല്ലെന്ന് എല്ലാവർക്കും ബോധ്യമാവും. ഇതാ സാർ സ്റ്റോറിന്റെ താക്കോൽ. ഇതാ, ഇന്നു മുതൽ സ്റ്റോറിന്റെ ചുമതല പൂർണ്ണമായും നിങ്ങൾക്കാണ്. മോനെ, പള്ളിക്കൂടത്തിൽ മണിയടിക്കാറായി, വേഗം ചെല്ലും. എന്നാ സ്ലേറ്റും ബുക്കും. അമ്മച്ചി, ചോക്ലേറ്റ് എന്നാ താടിക്കാരി മാമൻ ഇന്നും വരുമോ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയുന്നത്? വാ. പിന്നെ ആ മാമൻ ഇവിടെ വന്ന കാര്യം അച്ഛനോട് പറയരുത്. പറഞ്ഞാലെന്താ? പറഞ്ഞാലോ? പറഞ്ഞ അടിച്ചത് തൊലി ഞാൻ പൊളിക്കും. വാടാ പോ. മുതലാളി ഇവിടെ കിടന്ന് ബഹളം വെച്ച് എന്നെ അവമാനിക്കരുത്. ബാക്കി തരാനുള്ള പണത്തിന് എനിക്ക് ഒരു അവധി കൂടി തരണം. എടോ സോമൻ, താൻ എന്താണ് ഈ പറയുന്നത്? താൻ തരാനുള്ള പണം നമുക്ക് കിട്ടിയോടോ? പണം കിട്ടിയെന്നോ? അതേടോ, തന്റെ കടം വീട്ടിക്കൊള്ളാൻ പറഞ്ഞ് ഒരാളെ കാലത്തെ വന്ന് പണം കൊടുത്തിട്ട് പോയി. ആരാ കൊണ്ടു തന്നത്? ആരാണെന്ന് തിരുമൽദേവന് മാത്രം അറിയാം. ഇതാ താൻ എഴുതി തന്ന കടപ്പത്രം. ഇത് കേട്ടിട്ട് ഒരു കടങ്കഥ പോലെ ഇരിക്കുന്നു. ഇത്രയധികം പണം തന്ന് നമ്മളെ സഹായിച്ച ആൾ ആരായിരിക്കും? ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഏതായാലും ഉടുപ്പ് മാറ്റിയിട്ട് കുളിക്കൂ. ആൾ ആരാണെന്ന് എന്നെങ്കിലും അറിയാതിരിക്കുവോ? തന്റെ പേരെന്താ? കിട്ടു. തന്നെ എന്നെ ഡിസ്മിസ് ചെയ്യൂ. ഡിസ്മിസ്? കാര്യം എന്താ?
ഒരു ചായക്ക് വേണ്ടി എത്ര തവണ ബെല്ലടിച്ചു? തന്നെ ചെവി കേട്ടുകൂടെ മനുഷ്യ? ഓ കേൾക്കാമല്ലോ. പിന്നെ മാനേജർ പറഞ്ഞു ഇന്ന് മുതൽ ഈ മുറിയിലേക്ക് ആഹാരം ഒന്നും കൊടുക്കണ്ട. മാനേജറെ ഞാൻ ഡിസ്മിസ് ചെയ്യും. എന്റെ പ്രഭുവേട്ടൻ ഈ ഹോട്ടലിന്റെ പാർട്ട്ണറാണ്. എന്തുവാ പാർട്ട്ണറോ? എടി കൊച്ചെ, ഭൂമിയെ ചവിട്ടി നിൽക്ക്. നിന്റെ പ്രഭു ഉണ്ടല്ലോ, ഈ ഹോട്ടലിലെ ക്യാമറ ഡാൻസുകാരികളെ സപ്ലൈ ചെയ്യുന്ന ഏജന്റാണ്. അതുകൊണ്ടല്ലേ DM പ്രഭു എന്ന് വിളിക്കുന്നത്. ഇയാള് പറയുന്നത് സത്യമാണോ? ഇയാളുടെ പേരേ സത്യവാൻ ഇട്ടുപ്പന്നല്ലേ? ഇട്ടുപ്പേ എന്തോ താമ്പോ. ഓ ദുഷ്ട, നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. വെരി സോറി. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ അവസരത്തിൽ എന്നെ ചെരുപ്പൂരി അടിക്കുമായിരുന്നു. യു ആർ എ നൈസ് ഗേൾ. ഞാൻ നശിച്ചു. ഈശ്വരാ, എന്തിനാ പാവ ഈശ്വരനെ വിളിക്കുന്നത്? ഈ ഭാരത് ഹോട്ടലിൽ തല്ലിക്കൊന്നാൽ അദ്ദേഹം വരില്ല. മിസ്റ്റർ സോമൻ വന്നു. എന്തിനാ വിളിച്ചത്? ബീഡിക്കെട്ടുകൾ ലോഡ് ചെയ്യാതെ ലോറികൾ ഫാക്ടറിയിൽ തന്നെ കിടക്കുന്നു എന്നറിഞ്ഞു. ശരിയാണ്. സ്റ്റോറിന്റെ താക്കോൽ മിസ്റ്റർ പ്രസാദിന്റെ കയ്യിലാണ്. പ്രസാദിന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല. എന്നെ ഇപ്പൊ എന്ത് ചെയ്യും? മിസ്റ്റർ സോമൻ ദയവ് ചെയ്ത് ഒന്ന് പോയി താക്കോല് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചരക്ക് കയറ്റി അയച്ചാൽ വളരെ ഉപകാരമായിരിക്കും. അതിപ്പോ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അന്ന് സോമന്റെ കയ്യിൽ നിന്ന് താക്കോൽ മേടിക്കരുതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാ, കേട്ടില്ല. സാരമില്ല, ഞാൻ പോയി താക്കോൽ വാങ്ങിക്കാം. പക്ഷെ ഇനി പ്രസാദ് വീട്ടിലേക്ക് പോകുമ്പോ താക്കോൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. നാളെ തന്നെ ഞാൻ പറയാം. ശരി. ഭാര്യയ്ക്ക് ഇന്ന് രാവിലെ അസുഖം അല്പം കൂടി. അതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ വരാതിരുന്നത്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു സാറേ? ക്യാൻസർ അല്ലേ, ചികിത്സ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്റെ മോന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഷാൻ മിടുക്കനായിട്ട് വരും സാറേ, നല്ല ചുണക്കുട്ടിയാ. ആട്ടെ, മുതലാളിക്ക് എങ്ങനെ ഇരിക്കുന്നു? അത് ചികിത്സയുടെ പുറത്ത് നിൽക്കല്ലേ, എപ്പോഴാ കാറ്റ് പോകുന്ന ആർക്കറിയാം. എന്നാൽ ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് പണി കഴിഞ്ഞു. ഞാൻ നമ്മുടെ ഡോക്ടറെ കയ്യിലെടുത്തു. അയാളല്ലേ എന്ന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഒരു പോയിസൺ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. ആർക്കൊരു സംശയം തോന്നില്ല. അയ്യോ സാറേ, അയാളെ വിശ്വസിക്കാൻ കൊള്ളാമോ? കാര്യം ശരിയാക്കിയാൽ 50,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മുതലാളി ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ നാളെ സാറിന്റെ കയ്യിലിരിക്കും ഗീതാ ബീഡി കമ്പനി. ഇതെന്താ? എക്സ്ക്യൂസ് മീ ഡോക്ടർ, വരൂ. സോറി ഡോക്ടർ, അച്ഛന് വെല്ലൂരിൽ നിന്ന് ഒരു പുതിയ മരുന്ന് കൊടുത്തയച്ചു. അത് കുത്തിവെക്കാൻ ഒരു ഡോക്ടറെയും അവർ നിർദ്ദേശിച്ചു. അദ്ദേഹമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്ന് അദ്ദേഹം കുത്തിവെച്ച് പോട്ടെ, നാളെ രാവിലെ ഞാനിങ്ങ് വരാം. ഡോക്ടർ ഇനി വരണ്ട. വൈ അതെന്താ? ഇനി ഈ ഡോക്ടറെ ചികിത്സിച്ചാൽ മതിയെന്ന് വെല്ലൂരിൽ നിന്നുള്ള നിർദ്ദേശം. ഓഹോ, വെല്ലൂരുകാരനല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ അത് തട്ടാനൊക്കൂ. നടക്കട്ടെ നടക്കട്ടെ. എന്താണ് മോനെ, എഴുതി കഴിഞ്ഞോ? എന്താ ഈ പൊതി? അത് കുറച്ച് ജൗളിയാ. എവിളി? നിങ്ങളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഒരാൾ കൊണ്ട് തന്നതാ. ഓണക്കൂടിയാന്ന് തോന്നുന്നു. കൊള്ളാമല്ലോ, നോക്കട്ടെ. ഇതാര് കൊണ്ട് തന്നു? ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ആളല്ല. അത്ഭുതമായിരിക്കുന്നല്ലോ. ഞാൻ അറിയാതെ കടം വീട്ടി. ഇപ്പൊ ഇതാ ഓണക്കൂടി കൊണ്ട് തന്നിരിക്കുന്നു. ആട്ടെ, ആളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. ഇനി വരുമെന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അച്ഛാ, ഇതൊരു താടിക്കാരൻ മാമനാ കൊണ്ടുവന്നത്. ആ, എന്നോട് വരൂ. അമ്മയോട് ഒത്തിരി നേരം സംസാരിക്കും. അച്ഛാ, മാമൻ വരുന്ന കാര്യം അച്ഛനോട് പറഞ്ഞ അമ്മ തല്ലുവെന്നാ പറഞ്ഞിരിക്കുന്നെ. ലക്ഷ്മി, എന്താ ചേട്ടാ? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുന്നു. എന്താ കാര്യം?
എന്നിവിടെ വരുന്ന ആ താടിക്കാരൻ ആരാണ്? താടിക്കാരനോ? ഇതാര് പറഞ്ഞു? ആരെങ്കിലും ആകട്ടെ, എന്റെ കടം വീട്ടിയത് അവനാണ്. ഇന്ന് വസ്ത്രങ്ങൾ കൊണ്ടുതന്നതും അവനാണ്. ആരാണവൻ? അത് എനിക്കറിയില്ല.